ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉഴുന്നോടെയാണ് കേട്ടോ. അതിനായിട്ട് അരക്കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് ഒരു 2 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം. നന്നായി കഴുകിയിട്ട് അത് വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കത് ഒരു സ്പൂണ് ചോറും ചേർത്ത് അരച്ചെടുക്കാം. ചോറും അതിനാവശ്യമായ ഉപ്പും ഒരുമിച്ച് തന്നെ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറിടുന്നത് കൊണ്ട് തന്നെ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായി അരഞ്ഞു കിട്ടും. പിന്നെ അതിലേക്ക് കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി, സവാള, വേപ്പില ഇതെല്ലാം അതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ സവാള മാത്രം അവസാനമേ ചേർക്കുള്ളൂ. ആദ്യം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അരിഞ്ഞ് മാവിൽ ചേർത്ത് വയ്ക്കുക. സവാള ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പോൾ ഈ മാവ് 1 മണിക്കൂർ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ എടുത്ത് വയ്ക്കണം കേട്ടോ. എങ്കിൽ ഉഴുന്ന് നന്നായി പൊങ്ങി പാകമായി വരുള്ളൂ. അപ്പോൾ ഇത് ലാസ്റ്റ് ഉണ്ടാക്കാൻ നേരത്ത് സവാള അരിഞ്ഞ് ചേർക്കാം. കാരണം അല്ലെങ്കിൽ ആദ്യമേ ചേർത്താൽ അതിലെ വെള്ളം ഇറങ്ങി ഭയങ്കര ലൂസായി പോവും, നമുക്ക് വെള്ളം ഒഴിച്ച പോലെയാവും. അപ്പോൾ അത് എൻ്റെ ആവശ്യമില്ല, ഈ പരുവത്തിൽ കിട്ടണം. എന്നിട്ട് നമ്മൾ കയ്യിലെടുത്ത് ഒരു ബോൾ പോലെയൊന്നും കിട്ടില്ല, അത് എടുത്ത് ഒരു കുഴിയാക്കി നമ്മൾ അങ്ങനെ മാവ് ഇട്ട് കൊടുത്താൽ കൈയൊന്ന് നനച്ചതിന് ശേഷം നമ്മൾ മാവ് എടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ അരക്കപ്പ് ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കുന്ന അത്രയേ ഉള്ളൂ, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണത്. അപ്പോൾ സവാള വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, പക്ഷേ സവാളയും കൂടി ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ, കൂടുതലൊന്നും ഇടരുത്. ചെറിയൊരു പീസ് അരിഞ്ഞിട്ടാൽ മതി. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും സവാളയൊക്കെ കൂടി വരുമ്പോൾ നല്ല രസമാണ്. ഉപ്പൊക്കെ വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി, നോക്കിയിട്ട് ഉപ്പ് കൂടണ്ട. ഉഴുന്നോടേക്കുള്ള ഒരു ഉപ്പൊക്കെ നമുക്കറിയാവുന്നതല്ലേ കഴിക്കുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു നുള്ള്, ഇപ്പോൾ ഈ അരക്കപ്പല്ലേ ആയിരിക്കും, ഒരു നുള്ള് ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ചോറാണ് അതിൽ ചേർക്കുന്ന ഒരു ടിപ്പെന്ന് പറയണത്. അപ്പോൾ ചോറ് ചേർത്തുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കാം, നല്ല ഇങ്ങനെയൊക്കെ ഒരു ഷേപ്പായിരിക്കും. വളരെ റൗണ്ടായിട്ടൊന്നും കിട്ടില്ല, കാരണം ഇതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, കണ്ടില്ലേ. എന്നിട്ട് നല്ല സോഫ്റ്റാണ്, നല്ല പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ബൈ.